അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ഇതിപ്പോൾ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണോ? നേരത്തെ ട്രംപ് തന്നെ പറഞ്ഞത് 1 മാസത്തോളമൊക്കെ നീണ്ടു നിന്നേക്കാം, 4 ആഴ്ച എന്നതാണ്. പക്ഷേ പെന്റഗൺ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, ഈ യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയേക്കാം എന്ന തരത്തിൽ എന്നാണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് ചെലവ് ചുരുക്കി അത് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അമേരിക്കയ്ക്ക് വലിയ തുക നഷ്ടമാവുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ഒരു യുദ്ധമായി ഇത് മാറുന്നുണ്ടോ, അഡ്വക്കേറ്റ് ബൈജു തിട്ടാല? അഭിലാഷേ, ഇതിൽ എന്ത് കണക്കുകൂട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ആദ്യത്തെ ചോദ്യം. കാരണം അതായത് ഇന്റർനാഷണൽ ഒരു ലോ, ഒരു റൂൾ ഓഫ് ലോ, അതായത് യാതൊരുവിധ നിയമങ്ങളും യാതൊരുവിധ ഇന്റർനാഷണൽ നോംസും വേൾഡ് ഓർഡർ, ഒരു ഇന്റർനാഷണൽ ഓർഡർ, ആ ഓർഡറിന്റെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ അതായത് ഇതിൽ ഏറ്റവും വിചിത്രമായി എനിക്ക് തോന്നിയത് അവിടെ ഈ അസൾട്ട് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഇവിടെ BBC റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. അതായത് ഈ മീഡിയേഷൻ ഇൻ എ സിഗ്നിഫിക്കന്റ് US Iran talks end after significant progress. നെക്സ്റ്റ് വീക്കിൽ എന്തോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ അത് പുരോഗതിയിലേക്ക് പോകുന്നു എന്നൊരു നിഗമനം. പക്ഷേ ആ ഘട്ടത്തിലും ട്രംപ് തൃപ്തനല്ല എന്ന തരത്തിൽ തന്നെയായിരുന്നല്ലോ റിപ്പോർട്ടുകൾ. അല്ല, അഭിലാഷ്, ഇതിന്റെ പ്രശ്നം എന്തെന്നറിയോ? നമ്മൾ ഇന്റർനാഷണൽ പ്രോസ്പെക്റ്റിൽ നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ലോയുടെ അണ്ടർ പ്രോസ്പെക്റ്റിൽ മാത്രമേ നമുക്ക് ഇത് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ കൃത്യമായ ഒരു മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്പെയിൻ എന്തുകൊണ്ടാണ്, യൂറോപ്യൻ യൂണിയൻ മൊത്തം എന്താണ് ഒരു സ്വിംഗ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം ഇതിൽ ഒരു ലീഗലായ യാതൊരു ആർഗ്യുമെന്റും ഇതിലില്ല. അതായത് നമ്മള് ഇറാഖ് യുദ്ധത്തിൽ ഉണ്ടായത് എന്താണെന്ന് കൃത്യമായി നമ്മൾ കണ്ടതാണ്. ഇന്നൊരു പക്ഷേ ബ്രിട്ടീഷ് മീഡിയകൾ മുഴുവൻ